എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വളരെ പെട്ടെന്ന് വളരെ ഈസി സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ കപ്പയില്ലേ, ടപ്പിയോക്ക, ഈ കപ്പ വെച്ചിട്ടുള്ള ഒരു വിഭവം. അതായത് നമുക്ക് ഈവനിങ് ചായയുടെ കൂടെ ഒക്കെ വേണമെങ്കിൽ കഴിക്കാം. അധികം സമയം വേണ്ട, വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാം. അധികം ഇൻഗ്രീഡിയൻസും ഇല്ല ഇതിനകത്ത്. മുളക് പൊടിയോ വേറെ അങ്ങനത്തെ മസാലപ്പൊടികളോ ഒന്നും ചേർക്കുന്നില്ല. ആദ്യമേ തന്നെ കപ്പ നമ്മൾ വേവിക്കുക. നല്ല വേവണ കപ്പയായിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. നല്ലതുപോലെ വേവിച്ച് അതിൽ കുറച്ച് ഉപ്പിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളയണം. എന്നിട്ട് അത് നല്ലതുപോലെ ഉടച്ചെടുക്കണം. അതൊരു ഫോർക്കോ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ഉടച്ചെടുക്കാൻ പറ്റും. പിന്നെ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. വാ നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു കപ്പ എടുത്തിട്ടുള്ളൂ. ഇത് ആദ്യമേ തന്നെ ഇതിൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞ് ചെറിയ വെള്ളം നല്ലപോലെ കഴുകണം. എന്നിട്ട് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പം നമുക്ക് ഉടയ്ക്കാനൊക്കെ ആയിട്ട് എളുപ്പമാണ്. ഇനി ഇവിടെ ഒരു പാനോ ഒരു ചീനച്ചട്ടിയോ എന്തെങ്കിലും വെച്ചിട്ട് നല്ലതുപോലെ വെള്ളം ഒഴിച്ച് അത് നല്ലതുപോലെ തിളച്ച് കഴിയുമ്പോൾ ഈ കപ്പ അങ്ങോട്ട് നല്ലതുപോലെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് ഒന്നുകൂടെ കഴുകി ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഈ തിളച്ച വെള്ളത്തിൽ കിടന്ന് ഇത് നല്ലതുപോലെ ഒന്ന് വേവട്ടെ. ഇപ്പോൾ ഇത് എൻ്റെ വീട്ടിൽ നിന്ന് പറിച്ച കപ്പയാണ്. അത് നല്ലതുപോലെ പെട്ടെന്ന് വേവുകയും ചെയ്യും. അതുകൊണ്ട് ഇത് ഒന്ന് തിളച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അതിനകത്ത് ഉപ്പിട്ട് കൊടുത്തു. ആ ഉപ്പൊന്ന് ഈ കഷ്ണത്തുമ്മ പിടിക്കണമല്ലോ. ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്നിളക്കി അവിടെ വെച്ചു. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും ഒന്നുകൂടെ തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും അത് നല്ലതുപോലെ വെന്ത് വന്നു. ഇനിയും ഒന്നിളക്കി കൊടുക്കണം. എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കണം. എന്നിട്ട് ഇതിനകത്തുള്ള വെള്ളം നമ്മൾ ഊറ്റിക്കളഞ്ഞ് ആ കപ്പയുടെ കഷ്ണങ്ങൾ മാത്രമായിട്ട് എടുക്കണം. അടുത്തായിട്ട് ഒരു പാൻ വെച്ചു. അതിനകത്തേക്ക് നമ്മൾ കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തു. ബട്ടറൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ഒരു ടേബിൾ സ്പൂണോ ഒക്കെ വേണമെങ്കിൽ ചേർക്കാം. ബട്ടർ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് പതുക്കെ ഉരുകി വരട്ടെ. ഈ സമയം നമ്മൾ കപ്പ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് വെച്ചിട്ടില്ലേ, അത് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം. കണ്ടോ, പെട്ടെന്ന് വേവുന്ന കപ്പയായിരുന്നു. നല്ലതുപോലെ ഉടച്ചെടുക്കാനും പറ്റും. കണ്ടില്ലേ? ബട്ടർ ഉരുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. ബട്ടർ ഉരുകി കഴിയുമ്പോൾ നമ്മൾ ഈ കപ്പ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ആ ബട്ടർ ഈ കപ്പയുടെ എല്ലാ ഭാഗത്തും ഒന്ന് പിടിക്കണം. ബട്ടർ എല്ലാ സ്ഥലത്തും പിടിച്ചു കഴിയുമ്പോൾ നമ്മൾ ഇത് നല്ലതുപോലെ ഇളക്കിയല്ലോ. അതിന് ശേഷം നമ്മൾ കുറച്ച് തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 1/2 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ 1-ാം പാൽ 2-ാം പാലൊന്നൊന്നുമില്ല, നല്ല കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാൽ. ഇതൊരു 1/2 കപ്പ് ചേർത്തിട്ട് ഒന്ന് തിളച്ച് വരട്ടെ. ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഈ തേങ്ങാപ്പാലിൽ കിടന്ന് ഇതൊന്ന് തിളയ്ക്കണം. കണ്ടില്ലേ? ഇനി നമുക്ക് ഇതിലേക്ക് കടുക് വറുത്തിട്ട് കൊടുക്കണം. അതായത് ഒരു ചെറിയൊരു പാനോ എന്തെങ്കിലും എടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു ടേബിൾ സ്പൂണൊക്കെ ഒഴിക്കാം. കുറച്ച് കടുക് ഇടുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഉള്ളി ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 2-3 വറ്റൽ മുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം.
നമ്മുടെ ബട്ടർ കപ്പ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നല്ല ആ തേങ്ങാപ്പാലും ബട്ടറും എല്ലാം ഈ കപ്പയുടെ കഷ്ണങ്ങളിൽ പിടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റാണ്. നല്ല സോഫ്റ്റായിട്ട് നമ്മൾ ഉടച്ചല്ലോ, അപ്പോൾ നല്ല സോഫ്റ്റായിട്ടിരിക്കും. ഞാനുണ്ടാക്കിയ ബട്ടർ കപ്പ കണ്ടല്ലോ, നല്ല ടേസ്റ്റാണ്. ഉറപ്പാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇതൊന്നും ഉണ്ടാക്കി നോക്കൂ, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം, അധികം ഇൻഗ്രീഡിയൻസും ഇല്ല. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എല്ലാവരും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ തന്നേക്കൂ. അടുത്തൊരു വിഭവമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.